ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ യൂസ്ഫുൾ ആകുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പം വീട്ടിൽ നിന്ന് തന്നെ വരുമാനം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ലേഡീസിനും പിന്നെ അതുപോലെ തന്നെ ചിലവിലൊക്കെ ലാഭം ഉണ്ടാക്കണം, ലാഭം മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന ലേഡീസിനും ഒക്കെ യൂസ്ഫുൾ ആകുന്ന നല്ലൊരു വീഡിയോ ആണ്. എന്നാൽ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കണ്ടോക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കമൻറ്റ്സ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും എന്താണെങ്കിലും വീഡിയോയിൽ അറിയിക്കുക. അപ്പം നമുക്ക് വീഡിയോ കാണാം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലോത്ത് വാഷ് ലിക്വിഡാണ് കേട്ടോ. അപ്പം അത് വീട്ടിൽ നിന്ന് തന്നെ എങ്ങനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം ഒരുപാട് പേർക്ക് പല ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് ഇങ്ങനത്തെ കിറ്റ് മേടിക്കാറോ ഉണ്ടാക്കി നോക്കിയിട്ടോ ഒന്നും ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 370 ആണ് കേട്ടോ, കിറ്റിൻ്റെ റേറ്റ് വരുന്നത്. അപ്പം നമുക്കിത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു 10-10.5 ലിറ്ററോളം നമുക്കിത് ലിക്വിഡ് കിട്ടും കേട്ടോ. അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമുക്കിത് മാക്സിമം 1 വർഷത്തോളം യൂസ് ചെയ്യാൻ തോന്നുന്നു. അപ്പം വിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നല്ല ലാഭം തന്നെ കിട്ടും കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് ലിക്വിഡൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ 400 സംതിങ് ഒക്കെ റേറ്റ് വരുന്നുണ്ട്. അപ്പം അതാണെങ്കിൽ 1 മാസത്തോളം, മാക്സിമം 1 മാസത്തോളം ഒക്കെ എത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ലാഭമാണ് കേട്ടോ. ഇതിൻ്റെ കിറ്റിൽ തന്നെ ഇത് എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്നുള്ളത് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പം അത് വായിച്ചിട്ട് അതിനനുസരിച്ചിട്ട് ചെയ്യുക. ഇനി മനസ്സിലാവാത്തവർക്കാണെങ്കിൽ ഇപ്പോൾ ഇതാ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് കണ്ടാലും മനസ്സിലാവും. അപ്പം ആദ്യം തന്നെ ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെയോ യൂസ് ചെയ്താൽ മതി. അലുമിനിയം യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ ഇതാ ഞാൻ 1 ലിറ്ററിൻ്റെ വെള്ള കുപ്പി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലാവുമ്പം നമുക്ക് വെള്ളത്തിൻ്റെ കണക്ക് ശരിക്കും തിരിയാൻ വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു 9 ലിറ്ററോളം വെള്ളമാണ് കേട്ടോ. അപ്പം ഞാനിത് ഈ കുപ്പിയിൽ അളന്നിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കിറ്റിൻ്റെ എന്തെങ്കിലും സാധനങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്തോ കുട്ടികളെ നല്ല രീതിക്ക് തന്നെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഗ്ലൗസ് ഉണ്ടെങ്കിൽ കയ്യിൽ അത് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ കയ്യിൽ ആവാത്ത രീതിക്കൊക്കെ നല്ല രീതിക്കൊന്ന് ശ്രദ്ധിക്കുക. അപ്പം ആമിമോൾ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം മോൾ ഉറങ്ങിയിട്ടൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ശ്രമിച്ചു. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് അവർ ഉറങ്ങിക്കൊള്ളണം എന്നില്ലല്ലോ. അപ്പം അങ്ങനെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എന്തായാലും പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഇതാ 9 ലിറ്ററോളം വെള്ളം എടുത്തതിന് ശേഷം അതിലിങ്ങനെ ഒരു വൈറ്റ് പൗഡർ ഉണ്ട് കേട്ടോ. അപ്പം അത് നമ്മൾക്ക് ആദ്യം തന്നെ അതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം അതൊന്ന് ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതാ ഒന്നായിട്ട് ഒന്ന് ഇട്ടിട്ട് പിന്നെ നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പൗഡർ വെള്ളത്തോട് നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ആയതിന് ശേഷം നമുക്ക് ഈ കിറ്റിൽ തന്നെ വരുന്ന ഒരു ലിക്വിഡ് ഉണ്ട് കേട്ടോ. അപ്പം അത് കുറേശ്ശെയായി ചേർത്ത് കൊടുത്തുകൊണ്ട് വേണം ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് ഇച്ചിരി ടൈം എടുത്തിട്ടാണ് കേട്ടോ ചെയ്യേണ്ടത്. കാര്യം നമ്മൾ മെല്ലെ ഒഴിച്ചു കൊടുത്തുകൊണ്ട് വേണം നല്ല രീതിക്ക് തന്നെ ഒന്ന് സ്പീഡാക്കി ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഇതിൽ തന്നെ വരുന്ന ചെറിയൊരു ബോട്ടിലുണ്ട് കേട്ടോ. അതിൽ പേസ്റ്റ് രൂപത്തിലുള്ളൊരു സംഭവം ഉണ്ടാവും. അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇളക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. ചെറുതാക്കിയൊന്നും ഇളക്കിയിട്ട് പോരാ, നല്ല രീതിക്ക് തന്നെ ഇത് ഇളക്കാൻ വേണ്ടിയിട്ടുണ്ട്.
പേസ്റ്റ് നല്ല രീതിക്കൊന്ന് മിക്സ് ആയതിന് ശേഷം നമുക്കതിലേക്ക് റോസ് കളറും പിന്നെ ഒരു ഓറഞ്ച് കളറും പൗഡർ ഉണ്ട് കേട്ടോ. അപ്പം അത് ഒന്നായതിന് ശേഷം ഒന്ന് കുറേശ്ശെ ആയിട്ട് തന്നെ ചേർത്ത് കൊടുത്തുകൊണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. പൗഡറൊക്കെ നല്ല രീതിക്ക് തന്നെ മിക്സായി കഴിഞ്ഞു എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം സ്മെല്ലിന് വേണ്ടിയിട്ടുള്ളൊരു ലിക്വിഡ് ഉണ്ട് കേട്ടോ അതിൽ. അപ്പം അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ ലിക്വിഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ ഒരു ബോട്ടിലിലേക്ക് ആക്കി കൊടുക്കാം. അപ്പം ഇതിൻ്റെ തിക്നെസ്സും നിങ്ങൾക്ക് കാണാൻ പറ്റും. കിറ്റൊക്കെ വാങ്ങിയിട്ട് വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇത്ര തിക്നെസ്സോടെ കിട്ടുമെന്നൊന്നും ചിന്തിക്കേണ്ട. നല്ല തിക്നെസ്സോടെ തന്നെ നമുക്ക് വീട്ടിലും പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വരുമാനം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ലേഡീസിന് എന്തായാലും ഇത് യൂസ്ഫുള്ളാവും. അപ്പം വീഡിയോ യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻറ്റ്സ് ഒരു ഇമോജെങ്കിലും കമൻറ്റ്സായിട്ട് അറിയിക്കുക കേട്ടോ. അപ്പം ഇതാ ഫൈനലായിട്ട് നമ്മുടെ ലിക്വിഡ് ഇതാ നല്ല പതിയും സ്മെല്ലൊക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പം ഞാൻ യൂസ് ചെയ്തതുകൊണ്ട് പറയുകയാണ്. ഇനി ഇതുപോലത്തെ കിറ്റൊക്കെ വാങ്ങിച്ചിട്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ വീട്ടിലുള്ളവരാണെങ്കിൽ എന്തായാലും ഒന്ന് ഇത് യാതൊരു ഡൗട്ടും കാര്യങ്ങളൊന്നും കൂടാതെ തന്നെ വീട്ടിൽ നിന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് നോക്കുക. നല്ലൊരു ലിക്വിഡാണ് കേട്ടോ, നല്ല ലാഭമാണ്. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞുമക്കളൊക്കെ ഉള്ള വീടാണെങ്കിൽ മക്കൾ എന്തായാലും നല്ല രീതിക്ക് തന്നെ ശ്രദ്ധിക്കുക കേട്ടോ, കയ്യിലോ വായിലോ വിടാതെ. അപ്പം ഇവിടെ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് അടിപൊളി വ്ളോഗോ വീഡിയോ ഒക്കെ ആയിട്ട് കാണുന്നത്. ഇൻഷാ അല്ലാഹ്, ടേക്ക് കെയർ, ബൈ, അസ്സലാമു അലൈക്കും.